ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ ജിതിനെ വിളിച്ച് മണിചന്ദ്രമാലയെക്കുറിച്ചൊക്കെ പറയുകയാണ്. എന്തൊക്കെ വന്നാലും എനിക്ക് ആ മാല വേണമെന്ന് ജാസ്മിൻ പറയുമ്പോൾ അതിനുള്ള വഴി ജിതിൻ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നു. ഏട്ടനാള് പുലി തന്നെയാ, ഇതെന്താണെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ജാസ്മിൻ കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. അച്ചമ്മ പറഞ്ഞ കാര്യമെല്ലാം ഓർത്ത് ദേഷ്യത്തോടെ നടക്കുകയാണ് പ്രഭാവതി. അതേസമയം പ്രതാപൻ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത്? ചേച്ചിയുടെ പഴയ ആവേശമൊക്കെ പോയോ? ഈ പോക്ക് പോവുകയാണെങ്കിലേ മിക്കവാറും നമ്മളുടെ ലക്ഷ്യങ്ങളെല്ലാം വെള്ളത്തിലാകുകയുള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രതാപ. നീ ആദ്യം നിന്റെ ഈ അനാവശ്യ സംശയങ്ങളെല്ലാം ഒഴിവാക്കാൻ നോക്ക്. ഇവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം ചേച്ചി അറിഞ്ഞതല്ലേ, എന്നിട്ട് ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? പാർവതിയുടെയും വിശാലിന്റെയും ഫോട്ടോയാ നാളെ എടുക്കാൻ പോകുന്നത്. അതിന്റെ അർത്ഥം ചേച്ചിക്ക് ആ കമ്പനിയിൽ ഒരു സ്ഥാനവുമില്ലെന്നല്ലേ? ഇനി മുതൽ കമ്പനി ഭരിക്കുന്നതേ പാർവതി ആയിരിക്കും. ചേച്ചിയുടെ സ്ഥാനം പോകുമ്പോഴേ ചേച്ചിക്ക് കിട്ടുന്ന വരുമാനവും നിൽക്കും. ചേച്ചിയുടെ വരുമാനം നിന്നാലോ എനിക്ക് കിട്ടിവരുന്ന പോക്കറ്റ് മണിയും അങ്ങ് നിൽക്കും. അതോടെ ഞാൻ പാപ്പരാകും. ഇത് വല്ലാത്ത ചതിയായി പോയി ചേച്ചിയെന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പൊട്ടിച്ചിരിക്കുകയാണ്. എടാ പ്രതാപ, പാർവതി ചെയർപേഴ്സൺ ആയെന്ന് കരുതിയേ നീ അങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. അവള് കമ്പനിയിലെ ചെയർപേഴ്സൺ ആണെങ്കിലേ ഞാൻ ഈ കുടുംബത്തിലെ മഹാറാണിയാണ്. ആ പേടിയും ബഹുമാനവും ഒക്കെ തന്നെ അവൾക്ക് എന്നോടുണ്ട്. അതില്ലെന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? അവൾ ചെയർപേഴ്സന്റെ കസേരയിലിരുന്നാലും അവളെ ഭരിക്കാൻ പോകുന്നത് ഈ ഞാൻ തന്നെയാണ്. അതവൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവളുടെ ഫോട്ടോ ബുക്ക്ലെറ്റിൽ വന്നാലും അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മുടെ മുമ്പിലത്തെ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ശേഖരമേനോനാണ്. നീ അയാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അയാൾ എവിടെ മറഞ്ഞിരുന്നാലും നമ്മൾ അയാളെ കണ്ടെത്തിയിരിക്കും ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ കാര്യങ്ങളെല്ലാം വീട്ടിലിരുന്ന് ചെയ്യുന്ന വിശാലിനെയും വിപിനെയുമാണ്. അതേസമയം പല്ലവി വിശാലിന്റെ മുറിയുടെ പുറത്ത് വന്ന് നിന്ന് വിപിനോട് പുറത്തേക്ക് വരാൻ പറയുകയാണ്. കയ്യിലൊരു റോസാപ്പൂ ഒക്കെ ആയിട്ടാണ് പല്ലവിയുടെ വരവ്. ഇപ്പൊ വരാൻ പറ്റത്തില്ലെന്നും പോകാനുമൊക്കെ വിപിൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതേസമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പാറു വരികയാണ്. വിപിൻ കാണിക്കുന്ന ആംഗ്യമൊക്കെ കണ്ടിട്ട് വിശാല ചോദിക്കുകയാണ്, നീ ആരോടായി സംസാരിക്കുന്നത്? അത് പിന്നെ ഏട്ടാ ആരുമില്ലെന്ന് വിപിൻ പറയുന്നുണ്ടെങ്കിലും പുറത്തേക്ക് ചെല്ലുന്ന വിശാൽ പല്ലവിയെ കാണുകയാണ്. അതേസമയം പാറുവും അങ്ങോട്ടേക്ക് വരുന്നു. അല്ല പല്ലവി, ഈ പൂവായിട്ട് നീ എവിടെ പോകുന്നെന്ന് വിശാല ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, അത് പിന്നെ ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ. എങ്കിലേ ചേച്ചി ദേ വന്നിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് തന്നേക്കാൻ പാറു പറയുമ്പോൾ ഒരു ചമ്മലോടെ ആ റോസാപ്പൂ പാറുവിനെ ഏൽപ്പിച്ചിട്ട് പല്ലവി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഞാൻ ചൂടിത്തരാമെന്ന് പറഞ്ഞ് പാറുവിന്റെ കയ്യിൽ നിന്നും ആ റോസാപ്പൂ വാങ്ങി പാറുവിന്റെ തലമുടിയിൽ വെച്ചു കൊടുക്കുകയാണ് വിശാൽ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പുറത്തേക്ക് പോയ പ്രതാപൻ ടെൻഷനോടെ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താടാ പ്രതാപ, എന്തു പറ്റി? അത് പിന്നെ ചേച്ചി, ചേച്ചി ആ ശേഖരമേനോന്റെ സിം കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ എന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? നിനക്ക് അഡ്രസ്സ് കിട്ടിയോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അഡ്രസ്സൊക്കെ കിട്ടി. പക്ഷേ ആ അഡ്രസ്സ് ഈ വീടിന്റെ പേരിലാണ്. അത് ശേഖരമേനോന്റെ പേരിലാണോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അല്ലെന്നും വിശാലിന്റെ പേരും ഈ വീട്ടിലെ അഡ്രസ്സും വെച്ച ആ സിം എടുത്തിരിക്കുന്നതെന്ന് പ്രതാപൻ പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. ഇനി ഒരുപക്ഷെ ശേഖരമേനോൻ വിശാലിനെ കണ്ട് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എന്താണെങ്കിലും പ്രതാപ, നീ വാ, നമുക്ക് വിശാലിനോട് തന്ത്രപരമായി ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ മുറിയാണ്. പാറു വിശാലിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പാറു പറയുമ്പോ അതെന്താണെങ്കിലും പറയാൻ വിശാലും പറയുന്നു. പക്ഷേ സാർ ഇപ്പോൾ ജോലി തിരക്കിലല്ലേ, തിരക്ക് മാറിയിട്ട് ഞാൻ പറയാമെന്ന് പാറു പറയുമ്പോ നിന്നേക്കാൾ വലുതായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പാറുവിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് വിശാൽ. തുടർന്ന് തന്റെ പേനയെടുത്ത് പാറുവിന്റെ കവിളിൽ കുത്തുകയാണ് വിശാൽ. ഇതെന്തിനാ എന്റെ കവിളിൽ കുത്തിയതെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അത് പിന്നെ നിന്നെ ആരും കണ്ണുവെക്കാതിരിക്കാനാ. അത്രയും പറഞ്ഞ് അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും കൂടി വരുന്നത്. ഞങ്ങള് സ്വർഗത്തിലെ കട്ടറും പായോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അകത്തേക്ക് കയറി വരാൻ വിശാലും പാറുവും കൂടി പറയുകയാണ്. ഞാനിപ്പോൾ വന്നത് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്ന് പ്രഭാവതി പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ സംസാരിക്ക്, ഞാൻ പോവുകയാണെന്ന് പാറു പറയുന്നു. താനിതെങ്ങോട്ടാ, താൻ ഇവിടെ നിന്നാ മതി എന്ന് പാറുവിനോട് പറഞ്ഞിട്ട് വിശാല് പ്രഭാവതിയോട് പറയുകയാണ്, ഞങ്ങളുടെ കിടത്തം മാത്രം 2 മുറിയിലാണെന്നേ ഉള്ളൂ, മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും അമ്മയ്ക്ക് പാർവതിയുടെ മുമ്പിൽ വെച്ച് എന്നോട് പറയാം. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാ വിശാൽ വന്നത്. നിന്റെ പേരിൽ നീ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ലാതെ വേറെ ഏതെങ്കിലും സിം കാർഡ് ഉണ്ടോ? ഉണ്ട്, വേറെ ഒരു സിം കൂടിയുണ്ട്. എന്താമ്മേ, എന്താ കാര്യമെന്ന് വിശാല ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. എന്താമ്മേ ഇപ്പൊ ഇത് ചോദിക്കാനെന്ന് വിശാല ചോദിക്കുമ്പോൾ
പ്രതാപനും പ്രഭാവതിയും കൂടി പറയുകയാണ്, അത് പിന്നെ വ്യാജ സിമ്മ് വെച്ച് തട്ടിപ്പൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതാ പറഞ്ഞത്. എങ്കിലേ ഞാനല്ല, അമ്മയാ സൂക്ഷിക്കേണ്ടത്. ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അതെ, അമ്മ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഞാൻ അമ്മയ്ക്കല്ലേ സിം കാർഡ് എടുത്തു തന്നത്, അതാ ഞാൻ പറഞ്ഞത്. അയ്യോ, അത് ഞാൻ മറന്നുപോയി. എങ്കിലേ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി പ്രതാപനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പ്രഭാവതി അവിടെ നിന്ന് പോയതിനു ശേഷം പാറു വിശാലിനോട് ചോദിക്കുകയാണ്, വിശാൽ സാർ, അമ്മയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്ത ആ സിമ്മിന്റെ നമ്പർ അറിയാമോ? അറിയാമല്ലോ, എന്താ നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പാറു പറയുന്നു. അങ്ങനെ ആ സിം കാർഡിന്റെ നമ്പര് വിശാല് പാറുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ്. ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ് വിപിൻ. തുടർന്ന് വിപിനെ കാണുന്ന പല്ലവി പുറകിലൂടെ വന്ന് വിപിന്റെ കണ്ണു പൊത്തുകയാണ്. എന്താ നീ കാണിക്കുന്നത്, മാറി നിൽക്ക്. ഇത് കേൾക്കുന്ന പല്ലവി ചോദിക്കുകയാണ്, അല്ല, രാവിലെ നല്ല ചുള്ളനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, എവിടേക്ക് പോവുക? കേൾക്കുന്ന വിപിൻ പറയുകയാണ്, അത് പിന്നെ ഇന്ന് കമ്പനിയുടെ ഫോട്ടോഷൂട്ടുണ്ട്. എന്റെയും ലാലേട്ടന്റെയും പാർവതിന്റെയും ഫോട്ടോ എടുക്കും. അപ്പോൾ ഫോട്ടോഗ്രാഫർ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ അതെ എന്ന് വിപിൻ പറയുന്നു. എങ്കിലേ നമ്മുടെ രണ്ടുപേരുടെയും കൂടി ഒരു ഫോട്ടോ എടുത്താലോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ലെന്ന് വിപിൻ പറയുന്നു. അതേസമയം വിപിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വിശാൽ വരുമ്പോൾ അയ്യോ വിശാലേട്ടൻ എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് ഓടി മാറുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന വിശാല് വിപിനെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സുശീലയും ജാസ്മിനെയുമാണ്. സുശീല പറയുകയാണ്, ഞാൻ ആ പാർവതിയുടെ യോഗത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നേ. ഗതിയും പരഗതിയും ഇല്ലാത്ത അവൾക്കിപ്പോതെ 3 കോടി വില വരുന്ന മാലയാ പാരിതോഷികമായി കിട്ടാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, അത് ഇപ്പൊ അവൾക്ക് കിട്ടിയാലും അവസാനം എന്റെ കയ്യിൽ തന്നെ വന്ന് ചേരാനുള്ളതാ സുശീലാൻറ്റി. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാ ഈ ജാസ്മിൻ ഇവിടെ ഇരിക്കുന്നത്. എന്താ ജാസ്മിൻ, നിനക്കൊന്നും പറയാനില്ലേ എന്ന് സുശീല ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, തൽക്കാലം അവള് ചെയ്യിക്കട്ടെ, അന്തിമ വിജയം എന്താണെങ്കിലും എന്റേത് മാത്രമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് വിശാലും വിപിനും കൂടി ഹാളിലേക്ക് വരുന്നതാണ്. അല്ല, ഇതുവരെ ഫോട്ടോഗ്രാഫർ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സുശീല പറയുന്നു. അതേസമയം രാധിക അങ്ങോട്ടേക്ക് വരികയാണ്. നീ വന്നോ എന്ന് ചോദിച്ച് അച്ചമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. അല്ല, നീ ബാങ്കിൽ പോയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പോയെന്നും മണിചന്ദ്രമാല കൊണ്ടുവന്നിട്ടുണ്ടെന്നും കൊണ്ട് രാധിക ക്യാരി ബാഗിൽ നിന്നും ബോക്സ് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് കാണുന്ന ജാസ്മിൻ ചോദിക്കുകയാണ്, 3 കോടി വില മതിക്കുന്ന മാലയാണോ ഈ ചെറിയ ക്യാരി ബാഗ് ഇട്ടുകൊണ്ട് വന്നത്? വരുന്ന വഴിക്ക് അത് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിലോ? ഞാൻ ഈ ക്യാരി ബാഗും പിടിച്ചോണ്ട് വരുമ്പോൾ ഇതിന്റെ അകത്ത് 3 കോടിയുടെ മാലയാണെന്ന് ആരറിയാനാ ജാസ്മിനെ എന്ന് രാധിക ചോദിക്കുന്നു. ലാൻഡി, ഞാൻ ഇതുവരെ 3 കോടിയുടെ മാലയൊന്നും കണ്ടിട്ടില്ല, അതൊന്ന് തുറന്നു കാണിക്കാമോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ്, വേണ്ട വേണ്ട. കേൾക്കുന്ന ജാസ്മിൻ അമ്പരപ്പോടെ അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.